വെൽക്കം ഓൾ. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സ്ക്രിപ്റ്റുകളെക്കുറിച്ചും വിവിധ തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇനി ഇതിനകത്ത് നോക്കുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് HTML ഡോക്യുമെൻറ്റുകളെ കുറിച്ചാണ്. HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയും. ഇത് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഏത് HTML. അപ്പോൾ എല്ലാ HTML പേജുകളും ഒരു ഡോക്യുമെൻ്റ്, ഒരു ഫയലായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ കാണും, അതായത് കുറേ കോഡുകൾ കാണും. അതെല്ലാം ഓരോ കമാൻഡുകളാണ്. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിനെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എഴുതി തയ്യാറാക്കുന്ന ചില കമാൻഡുകൾ. ആ കമാൻഡുകളെ HTML-ൽ വിളിക്കുന്നത് ടാഗുകൾ എന്നാണ്. അപ്പോൾ ഈ ടാഗുകളുടെ കൂടെ തന്നെ വേറെ ചില കീവേഡുകളും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇൻസ്ട്രക്ഷനെ, ഒരു കമാൻഡിനെ ഒന്നും കൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ചില വേർഡുകളുണ്ടാവും. ആ വേർഡുകളെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ടുകൾ എന്നും. അപ്പോൾ ഇവിടെ ഒരു HTML ഡോക്യുമെൻ്റ് ടാഗുകളും ആട്രിബ്യൂട്ടുകളും കൂടി ചേരുന്നതാണ്. അതാണ് ഈ ടാഗുകളും ആട്രിബ്യൂട്ടുകളുമാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ബ്രൗസറിൽ ആ കണ്ടൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ടാഗുകളും ആട്രിബ്യൂട്ടുകളുമാണ്. അപ്പോൾ ഈ കമാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ടാഗുകൾ. ആ ടാഗുകളും ആട്രിബ്യൂട്ടുകളും ഉപയോഗിച്ചുകൊണ്ട്, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ചില കീവേഡുകളാണ്. അപ്പം നമ്മൾ ഒരു കമാൻഡ് കൊടുത്തു, ആ കമാൻഡിനെ ഒന്നുകൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ചില വേർഡുകളുണ്ടാവും. ആ വേർഡുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ആട്രിബ്യൂട്ടുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ടാഗുകളും ആട്രിബ്യൂട്ടുകളുമായിരിക്കും ഒരു HTML ഡോക്യുമെൻ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ടാഗുകളും ആട്രിബ്യൂട്ടുകളും കൂടി ചേർന്നാണ് ഒരു വെബ് പേജ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ? നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ഫിഗറാണ്. കണ്ടോ? HTML ഹെഡ്, ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കണ്ടൻറ്റ്, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് എന്നും ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ് എന്നൊക്കെ പറഞ്ഞ് ഒരു മാറ്ററുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തയ്യാറായി. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ടാഗുകളൊക്കെയാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. HTML ഹെഡ്, ടൈറ്റിൽ എന്നൊക്കെ പറയുന്നതാണ് അതിനകത്തുള്ള കമാൻഡുകൾ. അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാഗുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ടാഗുകൾ, അതിന് നമ്മൾ അങ്ങോട്ട് പഠിക്കും, ഓരോ ടാഗിൻ്റെയും പർപ്പസ് എന്താണെന്നൊക്കെ. ഇങ്ങനെയുള്ള കുറേ അധികം ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു HTML ഡോക്യുമെൻ്റ് എഴുതി തയ്യാറാക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ എഴുതി തയ്യാറാക്കിയ ആ HTML ടാഗിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ വെബ് പേജ് ആണ് നമ്മളിപ്പോൾ ഈ ബ്രൗസറിൽ കാണുന്നത്. അതിൽ കണ്ടോ, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ് എന്ന് കൊടുത്തത് എവിടെ വരുന്നത്? അതിൻ്റെ ടൈറ്റിൽ ബാറിലാണ് വരുന്നത്. കണ്ടോ, മുകളിലെ കറുത്ത പോർഷനിലാണ് കാണുന്നത്. അതിൻ്റെ മാറ്ററായിട്ട്, അതായത് സാധാരണ വെബ് പേജായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മളവിടെ കൊടുത്തത് ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ് എന്നാണ്. അതും നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ HTML ഡോക്യുമെൻറ്റിനകത്തുള്ള കമാൻഡുകളെയാണ് ടാഗുകളെന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ടാഗ്സ് ആർ ദ കമാൻഡ്സ് യൂസ്ഡ് ഇൻ HTML document that tell web browsers how to format and organize our web pages to show the content. നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ഈ HTML ടാഗുകളാണ്. അപ്പോൾ HTML tags are
കമാൻഡ്സ് യൂസ്ഡ് ഇൻ HTML document that tell web browser how to format and organize our web pages to show the content. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, നമ്മുടെ കണ്ടന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ കമാൻഡുകളാണ്. ആ കമാൻഡുകളെ വിളിക്കുന്ന പേരാണ് ടാഗുകൾ. അവ ആംഗിൾ ബ്രാക്കറ്റുകൾക്കകത്താണ് എഴുതുന്നത്. ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ടാഗ് എഴുതി അടുത്ത ആംഗിൾ ബ്രാക്കറ്റ്. അതോടൊപ്പം അവ കേസ് സെൻസിറ്റീവ് അല്ല. കേസ് സെൻസിറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ അവ എന്താണ്? നമുക്ക് അപ്പർ കേസ് ലെറ്ററുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ലോവർ കേസ് ലെറ്ററുകളും വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പർ കേസ് ലെറ്ററുകളും ഉപയോഗിക്കാം, ലോവർ കേസ് ലെറ്ററുകളും ഉപയോഗിക്കാം. അപ്പോൾ ടാഗ്സ് are the command used in the HTML document that tell web browsers how to format and organize your web pages to show the content. അത് കേസ് സെൻസിറ്റീവ് അല്ല. നമുക്ക് കാരണം സ്മോൾ ലെറ്റർ ഇട്ട് എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും വർക്ക് ചെയ്യും. അപ്പോൾ മിക്ക ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. മോസ്റ്റ് ടാഗ്സ് ആർ യൂസ്ഡ് ഇൻ പെയർസ്. മിക്കവാറും ഉള്ള ടാഗുകളെല്ലാം തന്നെ പെയറുകളായാണ് ഉപയോഗിക്കുന്നത്. ആൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് എ ക്ലോസിംഗ് ടാഗ്. അപ്പോൾ മോസ്റ്റ് ടാഗ്സ് ആർ യൂസ്ഡ് ഇൻ പെയർസ്, ആൻ ഓപ്പണിംഗ് ടാഗ് ആൻഡ് എ ക്ലോസിംഗ് ടാഗ്. ഫോർ എക്സാമ്പിൾ, HTML ഈസ് ദ ഓപ്പണിംഗ് ടാഗ് ആൻഡ് ഒരു /HTML ഈസ് ദ ക്ലോസിംഗ് ടാഗ്. കണ്ടോ? അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ടാഗ് കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിൻ്റെ ഫോർവേഡ് സ്ലാഷും കൂടെ കാണും അല്ലേ? അതിനകത്തൊരു ഫോർവേഡ് സ്ലാഷ്, അതായത് നമ്മുടെ ആംഗിൾ ബ്രാക്കറ്റ് തുടങ്ങിയതിന് ശേഷം ഒരു ഫോർവേഡ് സ്ലാഷും കൂടെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതെന്താണ്? ക്ലോസിംഗ് ടാഗാണ്. അപ്പോൾ നമ്മുടെ HTML ഡോക്യുമെൻറ്റിനകത്ത് വരുന്ന ഒട്ടുമിക്ക ടാഗുകളും ഇതേപോലെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗുകളുമായിട്ടാണ് വരുന്നത്. അവയ്ക്ക് ഓപ്പണിങ്ങും ഉണ്ടാവും, ക്ലോസിങ്ങും ഉണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് ടാഗിനെയും ക്ലോസിംഗ് ടാഗിനെയും കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ക്ലോസിംഗ് ടാഗിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ ആംഗിൾ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു എന്തുണ്ടാവും? ഫോർവേഡ് സ്ലാഷ് ഉണ്ടാവും. അതായത് ഒരു ആംഗിൾ ബ്രാക്കറ്റിൽ അതങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു, ഒരു സ്ലാഷ്, പിന്നെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും. അപ്പോൾ എന്താണ് കണ്ടെയ്നർ ടാഗ്, എംപ്റ്റി ടാഗുകൾ എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഓപ്പണിംഗ് ടാഗുകളും ക്ലോസിംഗ് ടാഗുകളും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള ടാഗുകളെ വിളിക്കുന്ന പേരാണ് കണ്ടെയ്നർ ടാഗുകൾ. അപ്പോൾ ടാഗ്സ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ടാഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ് ആർ നോൺ ആസ് കണ്ടെയ്നർ ടാഗ്. അപ്പം ഒരു സെക്ഷന് ആപ്ലിക്കബിൾ ആണ് ഒരു കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞാൽ, ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗ് മുതൽ ക്ലോസിംഗ് ടാഗ് വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതാണ് കണ്ടെയ്നർ ടാഗിൻ്റെ പ്രത്യേകത. അപ്പോൾ ടാഗ്സ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ടാഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ് ആർ നോൺ ആസ് കണ്ടെയ്നർ ടാഗുകൾ. കണ്ടെയ്നർ ടാഗ്സ് ആർ ആപ്ലിക്കബിൾ ഫോർ എ സെക്ഷൻ. ഒരു സെക്ഷനാണ് ആപ്ലിക്കബിൾ. The opening tag is given at the beginning of the section and the closing tag is placed at the end of the section. അപ്പം നമുക്കൊരു സെക്ഷൻ ആവശ്യമായിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് ടാഗ് ആദ്യവും ക്ലോസിംഗ് ടാഗ് എവിടെയും കാണും, അവസാനവും കാണും. അപ്പം ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ടാഗുകളും ക്ലോസിംഗ് ടാഗുകളും ഉള്ള ടാഗുകളെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ്? കണ്ടെയ്നർ ടാഗുകളാണ് എന്നാണ്. എന്നാൽ ചില ടാഗുകൾക്ക് ഈ റൂള് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ ചില ടാഗുകൾ ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് ക്ലോസിംഗ് ടാഗുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അത്തരത്തിലുള്ള ടാഗുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എംപ്റ്റി ടാഗുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ എംപ്റ്റി ടാഗുകൾ ഒരു സെക്ഷൻ സ്പാൻ ചെയ്യുന്നതല്ല. അതായത് അവിടെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, അത് ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നതല്ല. അപ്പം ഒരു കണ്ടെയ്നർ ടാഗിൻ്റെ എഫക്റ്റ് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? ആ ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗ് മുതൽ ക്ലോസിംഗ് ടാഗ് വരെ ആയിരിക്കും
ആ കണ്ടെയ്നർ ടാഗിൻ്റെ ആപ്ലിക്കബിൾ ഏരിയ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു കണ്ടെയ്നർ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ ആയിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെക്ഷൻ എന്നുണ്ട്. പക്ഷേ എം ടി ടാഗിന് അതുണ്ടോ? ഇല്ല. കാരണം എന്താ? എം ടി ടാഗിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇല്ല. അപ്പോൾ അതൊരു സെക്ഷൻ സ്പാൻ ചെയ്യുന്ന അല്ല. കണ്ടെയ്നർ ടാഗുകൾ ഒരു സെക്ഷൻ സ്പാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതിന് ഓപ്പണിംഗ് മുതൽ ക്ലോസിംഗ് വരെ ഉണ്ട്. എന്നാൽ എം ടി ടാഗുകൾ ഒരു സെക്ഷൻ സ്പാൻ ചെയ്യുന്ന ടാഗുകളല്ല. അവയ്ക്ക് എന്തു മാത്രമേ കാണത്തുള്ളൂ? ഓപ്പണിംഗ് ടാഗ് മാത്രമേ കാണത്തുള്ളൂ. ക്ലോസിംഗ് ടാഗ് ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് അവയെ നമുക്ക് എന്തെന്ന് വിളിക്കുന്നത്? എം ടി ടാഗുകൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ആട്രിബ്യൂട്ട് ഓഫ് ടാഗ്സ്. Certain parameters are frequently included within the opening tag to provide additional information such as color, measurement, location, alignment or other appearances to the web browser. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ടാഗിൻ്റെ കൂടെ ചില പ്രത്യേക കീവേഡുകളും കൂടി നമ്മൾ ഉപയോഗിക്കും. അത് കളറ്, മെഷർമെൻറ്റ്, ലൊക്കേഷൻ, അതിൻ്റെ അലൈൻമെൻറ്റ് ഇവയൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളെക്കുറിച്ചും മെഷർമെൻറ്റും ലൊക്കേഷനും അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വേറെ ചില കീവേഡുകളും കൂടി ഈ ഓപ്പണിംഗ് ടാഗിൻ്റെ കൂടെ ഉപയോഗിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് ആട്രിബ്യൂട്ടുകൾ എന്നാണ്. എല്ലാ ആട്രിബ്യൂട്ടുകൾക്കും ഒരു വാല്യൂ ഉണ്ടാവും. ഒരു സ്പെസിഫിക് വാല്യൂ നമ്മൾ അതിനകത്തോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ വാല്യൂ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷൻ മാർക്കിനകത്തോ ഡബിൾ കൊട്ടേഷൻ മാർക്കിനകത്തിട്ടോ ഇപ്പോൾ വാല്യൂ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കളർ എന്നാണ് ആട്രിബ്യൂട്ട്. ഞാൻ കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ പറയും? കളർ ഈസ് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് അതിനകത്ത് റെഡ്. അപ്പം കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആണ് റെഡ്. കളർ റെഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പം അങ്ങനെ ആട്രിബ്യൂട്ട് ഈസ് ഈക്വൽ ടു വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ആട്രിബ്യൂട്ടുകൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയുള്ള ഓരോ ടാഗുകൾക്കും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അവ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ ടാഗുകൾക്കും അതിൻ്റേതായ ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് ഏത് ആട്രിബ്യൂട്ട് വേണം, നമ്മുടെ ആവശ്യം എന്താണ്, അതിനനുസരിച്ച് നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇതാണ് ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ലൈക്ക് ജീനി, Gedit, ടെക്സ്റ്റ്പാഡ്, നോട്ട്പാഡ്, നോട്ട്പാഡ്++, അങ്ങനെയുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് HTML ഡോക്യുമെൻറ്റുകളെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ആ താഴെ കാണുന്ന ഫിഗർ കണ്ടില്ലേ? ഇപ്പോൾ ജീനിയോ ഏതോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ HTML ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഈ HTML ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഇത് സാധാരണഗതിയിൽ അങ്ങ് സേവ് ചെയ്താൽ പോരാ. എന്നിട്ട് എന്ത് ചെയ്യണം? ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .html എന്നോ .htm എന്നോ കൊടുക്കണം. ഇപ്പം ഞാൻ എൻ്റെ ഫയലിൻ്റെ പേര് ശ്രീ എന്നാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ശ്രീ.html എന്നായിരിക്കണം ഞാൻ പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയറുകളിൽ ടൈപ്പ് ചെയ്ത .html എന്നോ .htm എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുത്തോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണണം, അല്ലേ? ഔട്ട്പുട്ട് കാണണം, നമ്മുടെ വെബ് പേജ് കാണണം. വെബ് പേജ് കാണാൻ വേണ്ടി നമ്മൾ ഏത് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ വെബ് പേജ് കാണുന്നത് എവിടെയാണ്? ബ്രൗസറിലാണല്ലേ കാണുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ബ്രൗസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത HTML ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യണം. അതെന്തുപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യണം? വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ധാരാളം തരത്തിലുള്ള വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ തുടങ്ങിയവയൊക്കെ അത്തരത്തിലുള്ള ബ്രൗസർ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ തുടങ്ങിയവയൊക്കെ
ഇത്തരത്തിലുള്ള എന്താണ് HTML ഡോക്യുമെൻറ്റിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രൗസർ സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്രൗസർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത HTML ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വിവിധ തരത്തിലുള്ള ടാഗുകളെക്കുറിച്ച് പഠിച്ച HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ തുടങ്ങാം.